ജനുവരി മാസം 18-ാം തീയതി മുതൽക്ക് 24-ാം തീയതി വരെയുള്ള എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലമാണ് ഇവിടെ നിരൂപണം ചെയ്യുന്നത്. അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാരാണ് മീനക്കൂറിൽ വരുന്നത്. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഗ്നത്തിൽ ശനിയാണ്, കണ്ടകശനിയും ഏഴരശനിയും കൂടെ ഉള്ള കാലമാണ് പൊതുവായിട്ട് തന്നെ. അതുപോലെ തന്നെ 11-ാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗ, പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങളും വന്ന് ചേരുന്നുണ്ട്. എന്നാൽ 4-ൽ വ്യാഴമുണ്ട് എന്നുള്ളത് ഒരു അനുഗ്രഹമായിട്ട് എടുക്കാവുന്നതാണ്. അവരുടെ പ്രവർത്തനത്തിലും മറ്റുമൊക്കെ നല്ല ഒരു കാലമാണ്. പ്രവർത്തന നേട്ടം ഒക്കെ ഉണ്ടാകും. സംഘടനാപരമായിട്ട് പ്രവർത്തിക്കുന്നവർക്കും ഒരു അനുകൂലമായിട്ടുള്ള കാലമാണ്. എന്നാൽ ഈ കണ്ടകശനിയും ഏഴരശനിയും ഒക്കെയുള്ള കാലം ശനി ലഗ്നത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതുമൂലമുള്ള ഫലം നമ്മളിലേക്ക് എത്തുന്നതിന് കുറച്ച് താമസം നേരിടുന്നതാണ്. സാമ്പത്തികമായിട്ട് വലിയ കുറവുകളൊന്നും വരുന്നില്ല. സ്ഥിരമായിട്ടുള്ള വരുമാനം, കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാവുന്ന ഒരു കാലമാണ്. ഇവർക്ക് രോഗങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. എങ്കിലും കാല് സംബന്ധിച്ചുള്ള ചില രോഗങ്ങളും മുട്ട് സംബന്ധിച്ചിട്ടും വാതജന്യമാകുന്ന ചില രോഗങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബ അന്തരീക്ഷം അനുകൂലമാകണം. മറ്റ് സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹോദരന്മാർ ഇങ്ങനെയുള്ളവരുടേതായിട്ടുള്ള കൂട്ടായ്മകൾ ഉണ്ടാവുകയും അതുമൂലം ഉണ്ടാകുന്ന സന്തോഷങ്ങൾ അനുഭവിക്കാനും ഉള്ള കാലമാണ്. ഇവർക്ക് ലഗ്നത്തിൽ ശനിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയാവുന്നത്. അതായത് എന്ത് ചെയ്താലും അനുകൂലമായിട്ടുള്ള എല്ലാം വന്ന് ചേർന്നാലും അത് അനുഭവത്തിലേക്ക് വരുന്നത് താമസിക്കും എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പരിഹാരമായിട്ട് വിഷ്ണുവിനെ ഭജിക്കുക, ശിവനെ ഭജിക്കുക, രണ്ടും കൂടെയുള്ള ശങ്കരനാരായണമൂർത്തി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക, ശങ്കരനാരായണ മന്ത്രം ജപിക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പഞ്ചാക്ഷര മന്ത്രം, ശിവൻ്റെ പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാവും. ഇവരെ പ്രത്യേകിച്ച് നോക്കേണ്ടതാണ്. ധാരാളം വെള്ളം കുടിക്കണം. ഡീഹൈഡ്രേഷനൊക്കെ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതുപോലെ തന്നെ ദാനധർമാദികൾ നടത്തി മനസ്സിൻ്റെ ആ ഒരു സ്വാസ്ഥ്യം കൂടാതിരിക്കാൻ, സ്വാസ്ഥ്യം നിലനിർത്താൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഭാരതീയ ചിന്താക്രമത്തിൽ ആത്മസാക്ഷാത്കാരം കിട്ടുന്നത് ഈശ്വര ഭജനത്തിൽ കൂടെയാണ്. ഈശ്വരനെ ഭജിക്കുന്നതിൽ കൂടെയാണ് ആത്മാവിനെ അറിയുന്നത്, അവനവനെ അറിയുന്നത്. അവസാനം ഞാൻ തന്നെയാണ് ഈശ്വരൻ, ആ ഈശ്വര തത്വം മുഴുവനും എന്നിലടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പരിപൂർണാവസ്ഥ ജഗത്തിലും എന്നിലും ഒരുപോലെ ദർശിക്കാൻ സാധിക്കുക എന്നതാണ് മോക്ഷമായിട്ട് ഋഷിമാർ പറഞ്ഞിട്ടുള്ളത്. ഇത് എല്ലാ തരത്തിലുള്ള ഏതവസ്ഥയിലുമുള്ള സാധാരണക്കാർക്ക് വരെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഈശ്വരൻ്റെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ്, പലതരത്തിലുള്ള അവതാരങ്ങൾ, പലതരത്തിലുള്ള പല ഭാവങ്ങളിലുള്ള ഈശ്വര പ്രതിബിംബങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത്. എന്നാൽ അതുകൊണ്ട് തന്നെ ധാരാളം ഈശ്വരന്മാർ നമുക്കുണ്ട്. ഇതൊക്കെ ഒന്നാണ് എന്നുള്ള ബോധവും ഭാരതീയന് എല്ലാവർക്കും തന്നെ ഉണ്ട്. എന്നാൽ ഇതിലൊക്കെ ഒരു വളരെ വിശേഷമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗണേശ പദ്ധതി. എന്തെന്നാൽ ഗണപതിയിൽ കൂടെ മാത്രമേ നമുക്ക് ഏതൊരു ഈശ്വരനിലേക്കും പ്രവേശമുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതൊരു പൂജ ചെയ്താലും, ഏതൊരു ഈശ്വരനെ വണങ്ങിയാലും പൂജിച്ചാലും അവിടെയൊക്കെ ഗണപതിയിൽ കൂടെ മാത്രമേ അത് തുടങ്ങാൻ പറ്റുള്ളൂ. ഗണപതിയെ പൂജിച്ചുകൊണ്ട് മാത്രമേ മറ്റേതൊരു ഈശ്വരഭാവത്തെയും നമുക്ക് പൂജിക്കാൻ പറ്റുകയുള്ളൂ. അത് ഏതൊരു ക്ഷേത്രത്തിലാണെങ്കിലും, അത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാകട്ടെ, ശിവക്ഷേത്രത്തിലാകട്ടെ, ഭദ്രകാളി ക്ഷേത്രത്തിലാവട്ടെ, അവിടെയൊക്കെ പൂജ തുടങ്ങുന്നത് ഗണപതി വന്ദനത്തോടു കൂടിയാണ്. അഥവാ ഗണപതിയെ പൂജിച്ച് ഗണപതിയെ നിവേദ്യം കൊടുത്ത് പ്രസാദിപ്പിച്ച് അതിന് ശേഷം മാത്രമാണ് ഈ പ്രധാന ദേവങ്ങളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് അനുഗ്രഹ കലകളും. ആ ദേവൻ്റെ അനുഗ്രഹ കലകളും ഗണപതിയിൽ കൂടെയാണ് നമുക്ക് കിട്ടുക എന്നതും ഒരു താന്ത്രിക സത്യമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഗണേശ ഭജനത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് സാധിക്കാവുന്നത്. ഇത്രയും വൈശിഷ്ട്യമുള്ള ഒരു ദേവൻ, അതായത് ഏത് തരത്തിലുള്ളവർക്കും, സാധാരണ വളരെ പാമരനായിട്ടുള്ള ഒരു വ്യക്തിക്കും വളരെ ചെറിയതായിട്ടുള്ള കുട്ടിക്കും യോഗ അവസ്ഥയുടെ അങ്ങേയറ്റത്ത്, പാണ്ഡിത്യത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുന്നവർക്കും ഒരുപോലെ പ്രാപ്യമായതും എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഗണപതിയാണ് ഭാരതത്തിലെ പ്രധാന ദേവൻ എന്ന് തന്നെ പറയാം. എന്ന് മാത്രമല്ല, ഇത് ലോകമെമ്പാടും ഒരു കാലത്ത്
ലോകമെമ്പാടും ഈ ഗണേശ ഭജനം അഥവാ ഗണേശ തത്വം നല്ലവണ്ണം അറിഞ്ഞിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം ഗണപതിയെ. എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്കാരം.